ഞാനൊന്ന് കണ്ടത്തിലേക്കെല്ലാം നടന്നിട്ട് വരട്ടെ. നമ്മളെ വിത്തനം മുറിച്ചോ നോക്കിയിട്ട് വരാം. നല്ലതൊന്നും നടന്നിട്ട് വരാം. കണ്ടത്ത് പോകണമെങ്കിൽ തന്നെ പേടിയാണ്. ഇപ്പോൾ തെരുവ് നായ്ക്കൾ ഒരുപാടുണ്ടാവും. എന്താ ഇവിടെയാണ് ഇപ്പം കിടത്തം. തറവാട്ടിൽ ആരുമില്ലല്ലോ, നിറയെ ഇവിടെ കിടക്കുന്നുണ്ടാവും. കണ്ടത്തിലാണെങ്കിലും ഇടയായിട്ടുണ്ടാവും. പക്ഷീനെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വടിയെടുത്തിട്ടാണ് പോകുന്നത് ഞാൻ. മുളക്കലായി അല്ല ഇതാ ഇത്രയായി. നല്ല മഴ കിട്ടിയതുകൊണ്ട് വിത്തിട്ട പാട് മഴ കിട്ടി. പിന്നെ ഞാനിട്ട് നല്ല മഴ പെയ്തില്ലേ, അതുകൊണ്ടെല്ലാം മുളച്ച് കിട്ടി. പേടി തന്നെ ഉണ്ടായി. മഴ വന്നിട്ടില്ലെങ്കിൽ ഉണങ്ങി പോകുമല്ലോ. പ്രാവശ്യം മഴ ഇടക്ക് വന്നുകൊണ്ട് വാളാനായി എല്ലാം. ഇതിലെല്ലാം മുളച്ചു. ഇതിലെല്ലാം ഉണ്ട്. കുറേ ചെറുതായിട്ടേ കാണുമല്ലോ. ഇളങ്ങളായി എല്ലാം മുളച്ചിന്. മനസ്സിലായതായത് ഇവിടെ ഉണ്ട് 2 കണ്ടം ഇലുവല്ലൊട്ടിന്. ഏതായാലും കണ്ടം വൃത്തിയാവുമല്ലോ. വേണ്ട നമ്മുടെ മാവിൻ്റെ കണ്ടത് പണിയെടുക്കുന്ന സമയത്തെല്ലാം ഞാൻ രാവിലെ എത്തും കണ്ടത്തിൽ. ഇപ്പോൾ കുറേ കിടപ്പിലായ പിന്നെ ആണെന്നില്ലെങ്കിൽ രാവിലെ മുതലേ കണ്ടത്തിലാണ്. എത്ര പണിയെടുത്താലും മതിയാവില്ല കണ്ടത്തിൽ. രാവിലത്തെ കഴിച്ചതെല്ലാം നായും കുറുക്കനെല്ലാം ഉണ്ട് എൻ്റെ അടുക്ക്. ഇങ്ങനെ നായാന്ന് തോന്നുന്നത്. പേടിയാണ്. നായ തന്നെ ഇത്. അങ്ങോട്ടെല്ലാം കുറുക്കന്മാറും നായെല്ലാം ഉണ്ട്. ഒറ്റക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. ഒരു ഇതും ഉണ്ടാവില്ല. എന്നെ ഓടും ചിലയിട്ടിങ്ങനെ ഉണ്ടാവും ഒന്നും തിരിയാത്ത. മറ്റെല്ലാം പാവങ്ങളാണ്. ആ കൂട്ടത്തിൽ ഒന്നുണ്ട് പേച്ചത്. ഒരു വലിയ കൊച്ചയുണ്ട്. അങ്ങടെ തല മാത്രമേ കാണുന്നില്ല. പാമ്പിൻ്റെ മാതിരിയുണ്ട് തല. അതാ കൊച്ചനെ കാണുന്നില്ല, അതിൻ്റെ തല മാത്രം കാണുന്നത്. ഉണ്ടോ പാറിപ്പോവറില്ല ഇപ്പം. നെയ്ച്ചിങ്ങെല്ലാം പാർന്ന് നെയ്ച്ചിങ്ങെല്ലാം കൊത്തി തിന്നുന്നേ ഒന്നും വെച്ചേക്കില്ല. അതിനിട്ട് നിങ്ങളെ ഭക്ഷണമല്ല. ഇപ്പം എന്നാ നമ്മയില്ല തിന്ന് കണ്ടില്ലേ. ഇവിടെ നമ്മൾ നട്ടിയെല്ലാം നടാൻ വേണ്ടി കുറച്ച് മണ്ണെല്ലാം കയറ്റി ഉയർത്തിയതാണ്. ഇവിടെ എത്ര പോരാ. ഇവിടെയെല്ലാം വാളിയിട്ടുണ്ട്. ഇല്ല അങ്ങനെയെല്ലാം കാട് കയറും. കിണറുണ്ട്. ഇവിടെ കിണറുമുണ്ട്. നട്ടിയെല്ലാം നടാൻ വേണ്ടിയിട്ട് നമുക്ക് സുഖമെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയെല്ലാം എല്ലാം നട്ടിട്ടുണ്ടാക്കട്ടേനു. മക്കൾക്കൊന്നും പിന്നെ ഒന്നിനും സമയമില്ലല്ലോ. എല്ലാവർക്കും പോകേണ്ടവരല്ലേ. ഇല്ല എത്ര ദൂരെ ഇല്ലും കണ്ടത്തിലേക്ക്. അത് നമ്മളെ മോളെ വീട്, അതിനപ്പുറത്ത് നമ്മളെ വീട്. ഈ ഒരു വളപ്പിൻ്റെ ദൂരേ ഇല്ലോ. വീട്ടിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ കാണുന്നേ. നോക്കിയാലെല്ലാം ഇവിടെ കാട് നിറഞ്ഞാൽ പിന്നെ ഒന്നും കാണൂല. ഈ വളപ്പിന് എല്ലാം നിറയും കാട്. ഇപ്പം എന്നെ കണ്ടില്ലേ. എല്ലാം കണ്ട വിറക് ഇങ്ങനെ മുറിച്ച് കൂട്ടിയിട്ട് ആർക്കും ഇപ്പം വിറകും വേണ്ട, ഒന്നും വേണ്ട. നമുക്കും അങ്ങനെ എല്ലാം മുറിച്ചവിടെ കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ വെറുതെ പോകുന്നുണ്ട്. മുമ്പേലാണെങ്കിൽ ആ പലഹാരമാക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഒരു വിറകിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിനി അറിയാം. ഇപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്ക് അടുപ്പിലും കൂടെ കത്തിക്കുന്നില്ലല്ലോ. ഇത് പൊട്ടൻ തെയ്യത്തിൻ്റെ അറിയാവുന്നത് കേട്ടോ. ഈ തറവാട്ടില്ലാത്ത നമ്മളെ തൊട്ട് കിഴക്കേ വളപ്പ്. ഈ ഒരു വളപ്പ് കഴിഞ്ഞ പാടിതാ കണ്ടായി ഉണ്ടല്ലേ. എപ്പം കാണിക്കല്ലേ ഇതെല്ലാം. ഇടിയുണ്ട്. മഞ്ഞളിനെ കുറച്ച് ചാലാക്കി വെച്ചിട്ട് എപ്പോഴും നടും ആരെങ്കിലും. ഇവിടെ ആളൊന്നും അങ്ങനെ നിൽക്കലില്ല.
വീട്ടിലും വേറെ ഉണ്ട്. ഇത് തറവാടാണ്, വലിയൊരു വളപ്പും. നമ്മളിപ്പുറമെല്ലാം ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ്, തെക്ക് കിഴക്കായിട്ട് വരും. ഇത് എല്ലാം കൊണ്ടാക്കി നട്ടിട്ടില്ല. അയാൾ വന്നിട്ടില്ല. പിന്നെ കുറേ ആക്കാനുണ്ട്. അത്രേ പടിഞ്ഞാറ് ഭാഗം കുറേ ആക്കിയിട്ടുണ്ട്, ചാലാക്കി വെച്ചിട്ടുണ്ട്. രണ്ടിലെ ഇലയിട്ട് മൂടിയിട്ടുണ്ട്, കുമ്മായം ഇട്ട് ഇലയും ഇട്ട് മൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് കുറച്ച് ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് ആരും നട്ടിട്ടില്ല, എല്ലാവരും നടണം. അത്ര തിരക്കില്ലാതുകൊണ്ട് ഉണ്ടല്ലേ. ഇതെല്ലാം മുമ്പേ സ്ഥിരമായിട്ട് ഇവിടെ മാത്രമേ നടുള്ളൂ. ഈ ഒരു വട്ടത്തിൽ ഏട്ടനുണ്ടാകുമ്പോൾ സ്ഥിരം ഇടിയ നടല്ലേ, വേറെ ഇടി അങ്ങനെ നടില്ല കാര്യമായിട്ട്. ഉണ്ടല്ലേ, വളപ്പന്നെ ഒരു വൃത്തിയായില്ലേ. ഇനിയിപ്പോൾ ഇതുണ്ടോ, ഇതെല്ലാം മഴ വന്നാലും ഒടിഞ്ഞു പോകും. ഇത് ഈ ചീരയില്ലേ, സാമ്പാർ ചീര, നല്ലതാണ്, കഴിക്കാനെല്ലാം നല്ലതാണ്. ആരും കഴിക്കുകയൊന്നും ചെയ്യില്ല. എല്ലാം റൂട്ടിലേക്കൂടെ നായികളെല്ലാം പോലെ ധൈര്യത്തിലൊന്ന് പുറത്ത് ചെയ്യാൻ വരെ ഇടുന്നാവില്ല. കണ്ടെത്തുന്ന നേരെ വരണ്ട ഇങ്ങോട്ട് ഇവിടെ റോഡും അല്ലേ, തൊട്ട് പടിഞ്ഞാറ് റോഡായി. റോഡുമ്മലേക്ക് എത്താനില്ല വരല്. നായികളെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനിടക്ക് മോള് വന്നിട്ട്, കുഞ്ഞുമോള് എല്ലാവരും കൂടെ കണ്ടത്തിലേക്ക് അങ്ങ് പോകുമ്പോൾ കുറച്ചാൾ മുമ്പിലെത്തിന്. ഇവള് വയ്യല, ഞാനിങ്ങോട്ട് നിന്ന് അങ്ങോട്ട് ആക്കി. കുറേ നായകൾ വന്ന് ഇതിനെ കയറി ഇടിക്കട്ടിനെ എടുത്ത് ആരോ വന്ന് ചാടി വന്നിട്ട്, അങ്ങനത്തെ നായകളാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കിടത്തത്തിലായതിന് തന്നെ തുടക്കം ഈ നായിരയാണ്. വയ്യായിക ഉണ്ടെങ്കിലും കൂടെ നായിര കോഴീൻ്റെ അതിനപ്പുറം നമ്മളെടുത്തൊരുപാട് കൂട്ടിൽ കുറച്ചും കോഴിയുണ്ടായിന്. അതിനെ പൊരിക്കാൻ വേണ്ടി ഒരുപാട് കൂട്ടത്തോടെ വന്നു. ഞാൻ അടുക്കളയിൽ എന്തോ പണിയെടുക്കുന്നുണ്ടായിന്. ഞാൻ വലിയ സ്റ്റെപ്പാണ് കിഴക്കോട്ടേക്ക് ചെയ്യാൻ അടുക്കളയിൽ നിന്ന്. ഞാൻ 4 തുള്ളിനങ്ങ് താഴെ എത്തി. അന്നപാടെ എൻ്റെ കാലിൻ്റെ മുട്ടിളകിന്. അന്ന് കിടന്നതാണ്. മറ്റു വയ്യായിക ഉണ്ട് നടുവിനല്ലോ, എന്നാലും ആ ചാട്ടത്തിലാതെൻ്റെ കാല്. അന്ന് കിടന്നതാണ് ഞാൻ. ഈ നായകളെ കൊണ്ടാണ്. അതുകൊണ്ട് പേടി തന്നെയാണ് പുറത്ത് ചെയ്യാൻ. നമുക്ക് ഇവിടുന്ന് അകത്തുനിന്ന് പുറത്ത് കഴിയുമ്പോൾ ഇതിൽ തന്നെയാണ് പോലെ വേണമെങ്കിൽ അകത്തേക്കും കയറുന്നതായി. അങ്ങനത്തെ നായകളാണ്. ഒന്നിനും വെച്ചക്കൂല, ഒരു ജീവനിലെ ഒരു സാധനവും വെച്ചക്കൂല. അല്ല നമ്മളെ കോഴിയുടെ കൂടെല്ലാം വെറുതെ ആയാലും ഇപ്പോൾ എല്ലാം കൊണ്ടുപോയി. ഞാൻ ആസ്പത്രിയിൽ പോയി കിടന്ന് വരുമ്പോൾക്ക് ഉണ്ടല്ലേ, അതാ ആ കൂട് മാത്രമുണ്ട്. ഇപ്പോൾ ഒന്നിനും തോന്നുന്നില്ല, ഇപ്പോൾ ഒന്നും ചെയ്യാനേ തോന്നുന്നില്ല. പൂച്ചയില്ല, നായയില്ല, കോഴിയില്ല, ഒന്നുമില്ല, കാര്യമില്ല. എല്ലാം ഇല്ല, നിറഞ്ഞ വീടാണിത്. ആളില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലേ. ആളെല്ലാം ഇങ്ങനെ ഉണ്ട്. എന്തെങ്കിലും ചെയ്യണം, കാര്യങ്ങളും ആക്കണം. അത്രയാവുള്ളൂ. ഇവിടെ ആരുമില്ലല്ലോ ആക്കാൻ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ. മഞ്ഞളിന് ചാല ആക്കുമ്പോൾ കിട്ടിയത് കണ്ടോ, ഒഴിഞ്ഞു പോയത്. നമുക്ക് നടേണ്ട മഞ്ഞൾ ഇത് തന്നെ ഉണ്ട്. മുളകൊന്നില്ല.